നമ്മളെ മനസ്സിലായില്ലേ? ആ എന്തൊക്കെ ഞാൻ 2 ദിവസമായി എത്തിയിട്ട് തന്നെ എന്നെ കത്തായിട്ട് വന്നു. അപ്പൊ ഞാൻ കണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. അതെല്ലേ? എന്താണ് സുഖല്ലേ? സുഖം. നിങ്ങൾ ഇന്റെ 10-24 കല്യാണം മുടക്കിയ ആളല്ലേ പണ്ട്. അതൊക്കെ മനസ്സിലിട്ട് കിടക്കുക. അല്ല എന്നാലും 24 കല്യാണം ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. കാരണം കല്യാണം മുടക്കിയിട്ട് അതായത് ഈ എന്താ ആരായിട്ടാ കാണുന്നത്? ഞാൻ നിന്റെ ഒരു അച്ഛനെ പോലെയാണ് കാണുന്നത്. അച്ഛനെ പോലെയല്ലേ കാണുന്നത്? അച്ഛൻ ഇഷ്ടപ്പെടാത്ത കല്യാണം അച്ഛൻ നടത്തുവോ? എന്നാലും അച്ഛൻ ഒരു മോനെ 24 കല്യാണമൊക്കെ മുടക്കേ. അത് കണ്ണടക്കം കിട്ടിയാലേ ശരിയാവും. അച്ഛനാ നോക്കിയിട്ട് കാര്യമില്ല. വീട് പോവുക ഇപ്പോഴും നിർത്തിയില്ല. പക്ഷെ എന്തായാലും വാസേര ഒരു കാര്യം, നിങ്ങൾ ഇന്റെ ഇത്രയും കല്യാണം മുടക്കിയിട്ടും ഇന്ന് അങ്ങനെ അപമാനിച്ചിട്ടും എനിക്ക് നിങ്ങളോട് ഒരു വെറുപ്പുണ്ടായില്ല. ഞാൻ നിങ്ങൾ ഓർക്കാത്ത ദിവസങ്ങളില്ല. ഓർക്ക് മറക്കണ്ടേ? അപ്പൊ ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ടാ വന്നത്. എന്താ മോനെ ഗിഫ്റ്റ്? എനിക്ക് അത് വലിയൊരു ഗിഫ്റ്റ് ആണ്. രഹസ്യം, ഈ കണ്ണട ആര് കണ്ണിൽ വെക്കുന്നോ ആ സമയത്ത് അയാളെ സ്വഭാവം മാറും, ആകെ പ്രശ്നക്കാരനാവും, വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഈ വന്നിട്ട് കാര്യമില്ലല്ലോ, ഭക്ഷണം പാകം ചെയ്യണ്ടേ? ശരി, അതിനല്ലേ വന്നത്. അടിയന്തരല്ലേ? അടിയന്തരം? എന്റെ മോളെ കല്യാണം ഞാനേ അടിയന്തരത്തിന് വെപ്പ് കഴിഞ്ഞിട്ട് വരിക. അപ്പൊ അതന്നെയായി പോയി മനസ്സിലായി. അല്ല, ഇന്നിപ്പോ പാർട്ടി, നാളെ കല്യാണം. അപ്പൊ ഇന്ന് നോൺ വെജ് ഒക്കെയാണ്. നോൺ വെജ് ഉണ്ട്, രണ്ടുണ്ട്. അപ്പൊ ചിക്കൻ ഐറ്റം എന്ന് പറയുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു കോഴീനെ വാങ്ങിയിട്ട് 26 വെട്ട് വെട്ടിയാ പോരെ? 26 വെട്ട് വെട്ടത് എമ്പുരാൻ സിനിമയല്ല, എന്റെ വീട്ടിലെ കല്യാണം. അതല്ലാണ് ഞാൻ ചോദിക്കുന്നത്. അതാവുമ്പോ അത്യാവശ്യം വലിയൊരു പീസിൽ നമുക്ക് ഉണ്ടാക്കി അങ്ങ് കൊടുക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. വരുന്ന ആൾക്കാർ ഹാപ്പി ആവുകയെന്നുള്ളല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, മോളെ കല്യാണം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങളാണ് ശരിക്കും വിലസി. എന്തൊരു പ്രൗഢിയാണായത്. ഞാൻ അത്യാവശ്യം റൗഡിയല്ലാന്ന്, പ്രൗഢി. ഗുരുവായൂർ കേശവനൊക്കെ ഇങ്ങനെ തലയെടുത്ത് നിൽക്കണമാതിരിയുള്ള ഒരു നിപ്പല്ലേ. മാത്രല്ല ഈ നാട്ടിൽ ഇപ്പൊ ചെറുപ്പക്കാരെ കയ്യിലൊന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും ഒരു അച്ഛനാവുമ്പോ ആ ഒരു തറവാട് മഹിമ കൊണ്ടു തന്നല്ലേ? എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോ തേങ്ങാപ്പാല് പിഴിയാനുണ്ടാവുമല്ലോ. തേങ്ങാപ്പാല് പിഴിയണം, അതിപ്പോ കറിയിലേക്ക് ഉണ്ടാവും, പിന്നെ കൂട്ടുകറിയിലേക്ക്. 250 നാളികേരം, 500 നാളികേരം ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ 500 തേങ്ങ എന്ന് പറഞ്ഞാൽ 500 തേങ്ങ കിട്ടും. ഈ ഒരു ബിസ്ക്കറ്റാണെന്നുള്ള ഇരിക്കാതെ എനിക്ക് മാത്രമല്ല ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. സ്വന്തം മോളെ കല്യാണത്തിലാണ് ബിസ്ക്കറ്റ് കളിക്കുന്നത്. ഏറെപ്പ ജാതി എന്താണ് തിരിഞ്ഞു കളിക്കുന്നത്? ഇങ്ങനെ വായി 500 നാളികേരം. ഞാനിത് ആദ്യമായിട്ടാ നാട്ടിൽ പരിപാടി നടത്തുന്നത്. ഞാൻ ഈ നാട്ടിൽ എത്ര സ്ഥലത്ത് ലിസ്റ്റ് എഴുതി കൊടുത്തോ? ഞാൻ പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടണം. ഉപ്പാണ് നമ്മൾ ആദ്യം വിളമ്പുക. ഉപ്പ് വിളമ്പി കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പേരി, അച്ചാറ്, പപ്പടം, ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ. ഞാനോ? പിന്നെ പരട്ട നായരല്ല, ചിരട്ട വേണ്ടേ നായരേന്ന് അടുപ്പ് കത്തിക്കാൻ. അതായിരിക്കും അത് നിങ്ങൾ കേട്ടേന്നൊരു എന്റെ വീപ്പിളി മണിഞ്ഞാ. ഇവിടെ അതൊന്നും വേണ്ടടോ. ഇവിടെ കല്യാണത്തലേന്നാണ്. ഇവിടെ നാളത്തെ സാരി വളയൊക്കെ വാങ്ങിക്കഴിഞ്ഞു. ഓരോരുത്തർ ഉളുപ്പ് ചേട്ടനെ വന്ന് നക്കാൻ മതിക്ക് എന്റെ വീട്ടില്. എന്ത് കടകി കുറയ്ക്കാം ഉളുപ്പിനാണ്. മനുഷ്യന് ഉളുപ്പ് വേണ്ട. കണ്ട വീട്ടിലുണ്ട് നക്കാൻ വരണ്ട. കണ്ട പെട്ടിയും വളയത് ഉളുപ്പില്ല. പോടാണ് അയ്യല്ല, നടക്കാൻ വരിക എന്നാ പറഞ്ഞത്. ആ ഇന്നെന്തൊക്കെയാ മോനെ? നാടുണ്ട് ഇവിടെയാ. എന്ത് എനിക്ക് പണ്ടൊന്നും ഒരേ സ്വഭാവം മാറ്റല്ലേ മോനെ. എന്തൊക്കെയോ പറഞ്ഞില്ലപ്പോ വർത്താനം പറയാം. ഭക്ഷണം കഴിച്ചു മോൻ വാ. പിന്നെ ഒന്നും പറയരുത്. എന്ത് പറയാൻ? ഭക്ഷണം കഴിക്ക വാ. ചൂടാറിപ്പോവും. ഇങ്ങോട്ട് വാ. മനുഷ്യനാണെങ്കിൽ സെൻസ് വേണം. വെള്ളമുണ്ട്, ഗ്ലാസ് കൊണ്ട് അടിക്കാനുള്ള സാധനം ഉണ്ടോ? മനുഷ്യനാണ് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. എനിക്ക് പോണ ചൂട് വാ. മോന് പോരെ
വരൂ 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 നീ വിരുന്നുകാരാ വരൂ